ഏയ് ഒന്നുമില്ല. ആ ശരി. പിറ്റേന്ന് രാവിലെ അതിരാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിൽ പോയി അമ്പലക്കുളത്തിൽ കാൽ കഴുകാൻ ഇറങ്ങിയതും ആ കുളത്തിൽ ഒരു രൂപം തെളിഞ്ഞു വന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ വലിയൊരു വാല് കണ്ടു. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു. അവൾ മുകളിലോട്ട് പൊങ്ങി. അപ്പോഴാണ് വിഷ്ണു കണ്ടത് മത്സ്യത്തെ പോലെ വാലുള്ള പെണ്ണ്. അതെ, മത്സ്യകന്യക. താൻ കടൽ തീരത്ത് വെച്ച് തന്റേതാക്കിയവൾ. അത് കണ്ടതും വിഷ്ണു നിലവിളിച്ചുകൊണ്ട് ഒറ്റയോട്ടം. 2 ദിവസം കഴിഞ്ഞപ്പോൾ നെന്മാറ നഗരത്തിലെ കടൽമക്കൾ ഉണർന്നത് ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ്. കേട്ടവർ കടൽ തീരത്തേക്ക് പാഞ്ഞെത്തി. കടൽ തീരത്ത് കണ്ട കാഴ്ച അതിവേഗം തന്നെ കാട്ടുതീ പോലെ പടർന്നു. ടിവിയിലും പത്രത്തിലുമൊക്കെ നെന്മാറ കടൽ തീരത്തെ മത്സ്യകന്യകയുടെ ഡെഡ് ബോഡി അടിഞ്ഞു. കുട്ടികളും മുതിർന്നവരും എല്ലാവരും മത്സ്യകന്യകയെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഹൗ, എന്തൊരു ഭംഗി! എന്നാ വലിപ്പമുള്ള വാൽ! അവർ ആദ്യമായാണ് മത്സ്യകന്യകയെ നേരിട്ട് കാണുന്നത്. പക്ഷെ കണ്ടത് ഡെഡ് ബോഡി ആയിട്ടാണ്. എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. വിഷ്ണുവിന്റെ അച്ഛൻ ന്യൂസ് കാണുകയായിരുന്നു. പെട്ടെന്ന് മത്സ്യകന്യകയുടെ ഡെഡ് ബോഡി കടൽ തീരത്തെന്ന വാർത്ത കേട്ട് ഞെട്ടി. മോളെ ശാരി, മോനെ വിഷ്ണു, ഭാഗ്യം ഒന്ന് വന്നേ. എന്താ ചേട്ടാ? വിളി കേട്ട് ഭാഗ്യം ഓടി വന്നു. എന്താ അച്ഛാ? ശാരിയും വിഷ്ണുവും ഓടി വന്നു. ദേ കണ്ടോ, കടൽ തീരത്ത് മത്സ്യകന്യകയുടെ ഡെഡ് ബോഡി എന്ന്. വിഷ്ണു അത് കേട്ട് ടിവിയിൽ സൂക്ഷിച്ചു നോക്കി. അയ്യോ, ഇത് അവളുടെ ബോഡിയാണല്ലോ. പെട്ടെന്ന് വിഷ്ണു വെട്ടി വിയർക്കാൻ തുടങ്ങി. ശരീരം കുഴയുന്നത് പോലെ വിഷ്ണുവിന് തോന്നി. അവൻ സോഫയിലിരുന്നു. ഈശ്വര, എന്തൊരു പാപിയാണ് ഞാൻ! ഒരു നിമിഷത്തെ സുഖത്തിനു വേണ്ടി കടലിൽ നിന്നും മണ്ണിലേക്കിറങ്ങിയ ആ യവന സുന്ദരിയെ ഞാൻ, ദൈവങ്ങൾ പോലും പുറക്കില്ല എന്നോട്. വിഷ്ണു ആ നിമിഷം തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി കൂട്ടുകാരെ കാണാൻ നടന്നു. പെട്ടെന്ന് നടക്കുന്ന വഴിയിലാണ് സുന്ദരമായ കാഴ്ച കണ്ടത്. ഒരു പെൺകുട്ടി റോഡിന്റെ സൈഡിൽ പേടിച്ചു വിറച്ചു നിൽക്കുന്നു. എന്താ കാര്യം എന്ന് തിരക്കിയപ്പോൾ അവിടെ കൂടി നിന്നൊരാൾ പറഞ്ഞു, അതോ, അവൾ ഈ നഗരത്തിൽ ആദ്യമായാണ് വരുന്നത്. ഏതോ ഗ്രാമത്തിലാണ് അവളുടെ താമസം. അധികം ആൾതാമസമില്ലാത്ത സ്ഥലത്താണ് ജീവിച്ചത്. അതുകൊണ്ട് നമ്മളെയൊക്കെ കാണുന്നത് പേടിയാണെന്ന്. വിഷ്ണു അവളുടെ അടുത്തേക്ക് വന്നു. അവളെ ഒന്ന് അടിമുടി നോക്കി. അവളുടെ കണ്ണുകൾ മീനിന്റെ കണ്ണുകൾ പോലാണ്. തിളങ്ങുന്ന മുഖം, മുട്ടിറങ്ങി മുടിയുമുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ അവൾ ഒരു ദേവതയെ പോലെ ഉണ്ട്. എന്താ കുട്ടിയുടെ പേര്? അവൾ വിഷ്ണുവിനെ ഉറ്റുനോക്കി. മേഘ, അതാണ് എന്റെ പേര് എന്ന് പറഞ്ഞു. എവിടേക്കാ പോകേണ്ടത്? എനിക്ക് ഒരാളെ കാണണം. അയാൾക്ക് എന്നെ അറിയാം. ആരാ അയാൾ? വിഷ്ണു അതിശയത്തോടെ ചോദിച്ചു. ഞാൻ തേടിപ്പോകാതെ തന്നെ അയാൾ എന്നെ തേടി വരും. അതും പറഞ്ഞ് മേഘ നടന്നകന്നു. വിഷ്ണു അവളെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് അവൾ തിരിഞ്ഞ് തന്നെ നോക്കുന്നത് അവനും കണ്ടു. അവൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ആ, എന്താവോ, എന്തെങ്കിലും ആകട്ടെ. വിഷ്ണു കൂട്ടുകാരൻ വിശാലിന്റെ അടുത്തേക്ക് വന്നു. വിഷ്ണു, വാ വാ, ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. എന്താടാ കാര്യം? നാളെ നമുക്ക് എല്ലാവർക്കും കൂടി റൈഡിന് പോകാം. കടലിൽ. കടലിലോ? ഞാനില്ല. യോ, എനിക്ക് പേടിയാ. പേടിയോ? 3-4 മാസം മുൻപ് നമ്മൾ കടലിൽ റൈഡിന് പോയതാണല്ലോ. പിന്നെ ഇപ്പോഴെന്താ ഒരു മനംമാറ്റം? വിശാൽ, പ്ലീസ് നിർബന്ധിക്കരുത്. എടാ, പ്രിയയും ഉണ്ട്. നീയില്ലാതെ അവള് വരുമോ? ആരെന്തു പറഞ്ഞാലും ഞാൻ വരുന്നില്ല. നിങ്ങൾ പോയിട്ട് വാ. അപ്പോ നീ എന്റെ പെങ്ങളോടുള്ള സ്നേഹം അതൊക്കെ കപടമായിരുന്നോ? പറയാൻ. ഏയ്, അങ്ങനെയൊന്നും പറയാതെ. അവളെ ഞാൻ സ്നേഹിച്ചത് മനസ്സറിഞ്ഞ് തന്നെ. അവളില്ലേ, ഞാനും ഇല്ല. എന്നിട്ടാണോ നീ വരുന്നില്ലെന്ന് പറയുന്നത്? പ്രിയ, അവൾ ആകെ സന്തോഷിച്ച് നടക്കുക. ദയവ് ചെയ്ത് അവളെ സങ്കടപ്പെടുത്തല്ലേ നീ. വരില്ലെന്ന് പറഞ്ഞാൽ അവൾ എങ്ങനെ വരും? ഈശ്വര, ഞാൻ അതെങ്ങനെ ഇവനോട് പറയും? എനിക്കിത് ആരോടും പറയാൻ പറ്റില്ലല്ലോ. നീ എന്താ ആലോചിക്കുന്നത്? വാടാ, നമ്മുടെ കടലിന്റെ അവസ്ഥ നിനക്കറിയില്ലേ? ക്ഷുഭിതനാണ്. ഇന്ന് കടൽ എപ്പോഴാ ആഞ്ഞടിക്കുന്നതെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അറിയാം. അതിന് നമ്മൾ ഈ കടലിലല്ല പോണത്. ഇവിടെ ഒരു കടലേ ഉള്ളോ? നമ്മൾ പോണത് വേറെ കടൽ തീരത്താണ്. ശരി, വിഷ്ണു മനസ്സോടെ സമ്മതിച്ചു. നെന്മാറ കടപ്പുറം ആകെ ഇളകി മറഞ്ഞു. കലിയിൽ ആഞ്ഞടിച്ച് ഉയർന്നു പൊങ്ങി. കര ഒന്നാകെ ഉലച്ചു. വിഷ്ണുവും കൂട്ടുകാരും പ്രിയയും മറ്റൊരു കടൽ തീരത്താണ് പോയത്. എല്ലാവരും ബോട്ടിൽ കയറി. റൈഡ് തുടങ്ങി. പ്രിയയും വിഷ്ണുവും വിശാലും ഒരു ബോട്ടിൽ കയറി. ശ്യാമും രഞ്ജിത്തും മറ്റൊരു ബോട്ടിലും കയറി. അതിവേഗം സ്പീഡ് കൂട്ടി യാത്ര തുടർന്നു. കൂടെയുള്ളവർ മരിക്കുമ്പോഴുണ്ടാകുന്ന വേദന നീ അറിയണം. ശ്യാം, അയ്യോ, അമ്മേ, കൊണ്ടുപോയല്ലോ നമ്മുടെ ശ്യാമിനെ. ഇനി വല്ല മത്സ്യകന്യകയുടെ എങ്ങാനുമാണോ? പ്രിയ, മറക്കാതെ കാണൂ ഫാന്റസി ത്രില്ലർ പരമ്പര മത്സ്യകന്യക. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9 മണിക്ക്.